തൃശ്ശൂർക്കാരുടെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്ന്. അതായത് 2024 മാത്രല്ല എല്ലാവരുടെയും. പക്ഷെ തൃശ്ശൂർക്കാരല്ലേ സാമ്പിളിന് കൂടുതലും വരിക. അതെ, മറ്റുള്ള എന്താ പറയുക ജില്ലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരൽ വളരെ കുറവാണ് കേട്ടോ. സാമ്പിൾ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ഉള്ള ആൾക്കാരൊക്കെയാണ് പോകാറുള്ളത്. പൊട്ടി തുടങ്ങി ദൈവമേ 7:45 സാധാരണ 8:15 8:30 ആകുമ്പോൾ പൊട്ട് 7 പറയും. പക്ഷേ പൊട്ടൽ ഈ പറഞ്ഞ പോലെ 8:30 ആവും. അപ്പോൾ ഞാനത് കാരണം നേരത്തെ പോകണില്ല, നേരം വൈകിട്ടേ പോകുന്നുള്ളൂ. 8:30 പൊട്ടും എന്നുള്ളൊരു കണ്ടീഷനിൽ 7:30 കഴിഞ്ഞു. പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടാണ് കാണാൻ പോണത്. ശരിയാണ്. പക്ഷെ ഇന്ന് നീത പോരുന്നില്ല, മുത്തും പോരുന്നില്ല. മുത്തൊക്കെ ദേ അവിടെ നോക്കി ഫുൾ ടൈം കളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതെ അവന്റെ ഇതേപോലെ പടക്കം പൊട്ടി വിഷുവിന്റെ പടക്കം പൊട്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതേ അവിടെ വലിയ ടിവിയിൽ ഇരുന്നിട്ട് ഈ പുള്ളിക്കാരന് ഫുൾ ടൈം ഈ കളിയാണ്. അതാകുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ കളിക്കാലോ. ഇതിൽ മൊത്തം ഈ സ്ക്രീനിൽ മുഴുവൻ ഇരുന്ന് കളിക്കുകയാണ്. ക്രിക്കറ്റ് കളിയാണ്. അത് എന്തൊരു കളിയാണത്? ഫുട്ബോൾ. ഇതേ കയ്യിലില്ലേ, കയ്യിൽ സാധനമാണ്. അത് കാരണം അവൻ പോരുന്നില്ല. അല്ലെങ്കിൽ അവൻ പോരണതാ എല്ലാം. അപ്പം എവിടേക്കാ ഞാണ്ട് എന്ന് പറയണതാ. ഇപ്പം ഞാണ്ടില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാണ്ടില്ല, രണ്ടുപേരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ സ്കൂട്ടർ എടുത്തിട്ട് പോകണം. ഇതെൻ്റെ ഹെൽമെറ്റ് എടുക്കുക. അപ്പോൾ വെടിക്കെട്ടും സംഭവങ്ങളും 8:30 തുടങ്ങുമ്പോൾ 7:30 എന്നാലും ഒന്ന് പോയി ശരിക്കും വെടിക്കെട്ടിൻ്റെ അടുത്ത് നിന്നും കാണാൻ പറ്റില്ല. അവിടെ ഏതെങ്കിലും ബിൽഡിങ്ങിനൊക്കെ മുകളിൽ കയറുകയാണെങ്കിൽ ശരിക്കും കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും നിന്ന് തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് പൊട്ടേണ്ട ശബ്ദം കേൾക്കാം. നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് ക്യാമറമാന്മാരൊക്കെ എടുത്തിട്ടുള്ള ഷോട്ടുകളൊക്കെ പടപടപടേന്ന് പറഞ്ഞിട്ട് ക്യാമറയിൽ വരും. നമുക്കൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടുത്ത് ചെന്നിട്ടൊന്നും ഉള്ളൊരു ഇത് കിട്ടില്ല, ചാൻസ് കിട്ടില്ല. പിന്നെ അപ്രതീക്ഷിതമായി ചിലപ്പോഴൊക്കെ വീണ് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അതേപോലെ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും അങ്ങനെ കണ്ട് പെട്ടെന്ന് അങ്ങനെ വല്ല ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റിയാൽ രക്ഷപ്പെടാതെ തന്നെയല്ല ഈ സമയം വഴി ഫുള്ള് തിരക്കായി ഉണ്ടാവും. അല്ലെങ്കിൽ മുന്നേ കൂട്ടി ചെന്ന് നിന്ന് ഏറ്റവും മുന്നിലൊക്കെ പൊട്ടുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതൊന്നും നടക്കില്ല. പിന്നെ അത് തന്നെയല്ല, രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വെടിക്കെട്ടുണ്ട്. അതായത് പാറമേക്കാവിൻ്റെ ഉണ്ട്, തിരുവമ്പാടിയുടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടുള്ളത് കൊണ്ട് വെച്ചാൽ 2ൻ്റെ കൂട്ടപ്പൊരിച്ച് 2 സ്ഥലത്താണ്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഓടി അപ്പുറത്തെ സ്ഥലത്തേക്ക് അത് കഴിയുമ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറാനും അതിനൊക്കെ തിരക്കാവും. അപ്പോൾ കുറേ ആൾക്കാർ റൗണ്ടിക്കടെ അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കും. അപ്പോൾ നമുക്ക് പറ്റില്ല. ഏതെങ്കിലും സ്ഥലത്തിന് മുകളിൽ നിന്ന് കാണാമെന്നല്ലാണ്ട് നോക്കട്ടെ. ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ വെടിക്കെട്ട് സ്ട്രോങ് ആയിട്ട് കാണിച്ചു തരും. ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഒന്നും പറയരുത്. അപ്പോൾ നേരെ നമുക്ക് പൂരപ്പറമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇന്ന് മുതൽ പൂരം തുടങ്ങായിട്ടാണ്. ഇന്ന് ഇത് പൊട്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ മുതൽ അങ്ങോട്ട് പൂരമാണ്. മറ്റന്നാളും പിറ്റന്നാളൊക്കെ ആയിട്ട് പൂരത്തിൻ്റെ പൂരമാണ്. തൃശ്ശൂർക്ക് പോയോ? പൂരപ്പറമ്പിൽ വെച്ച് കാണാം നമുക്ക്. എന്താ നീ ഉദ്ദേശിച്ചത്? സാമ്പിള് വെടിക്കെട്ട് തുടങ്ങിയിട്ട് പിന്നെ പൂരം എക്സിബിഷൻ ഉണ്ട്. പിന്നെ ഈ മറ്റേ നെറ്റിപ്പട്ടൊക്കെ അതന്നെ പ്രദർശനം, എന്താ ചമയം പ്രദർശനം, അങ്ങനെയുള്ള പരിപാടി ഉണ്ട് നാളെ. അതൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആനേനെ കാണുന്ന സ്ഥലം ഉണ്ടാവില്ല, അതിന് എന്തോ ഒരു പരിപാടി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൃശ്ശൂർക്കാരുടെ ഒരു പൂരം ഉണ്ട്. അതായത് പകൽപൂരം. അതൊക്കെ തൃശ്ശൂർക്കാർക്ക് മാത്രമുള്ളതാണ്. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല. എന്തൊക്കെ വെള്ളി അടിച്ചോട്ടെ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയുണ്ട്. പുലർച്ചെ 3 മണിക്ക് ഒരു വെടിക്കെട്ട് ഉണ്ട്. അത് 4 മണിക്കാവും പൊട്ടാറാകുമ്പോൾ. അത് ജാതി അടിപൊളി. കാരണം സൈലന്റ് ആയിട്ട് നിൽക്കണം ആ സമയത്തല്ല പുട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ അതെ തീകോളാവും. അപ്പോൾ ആ തീകോളൊക്കെ കാണാനായിട്ട് പോകണമെന്നുണ്ട്. പക്ഷെ പറ്റൂല്ലെന്ന് അറിയാം. എല്ലാ കൊല്ലം മടിയാവും. ഈ പുലർച്ചെ 3 മണിക്ക് എന്ന് പറയുമ്പോൾ നല്ല ഉറക്കത്തിൻ്റെ സമയവും. ചിലപ്പോൾ ഉറങ്ങാൻ കിടന്നിട്ട് ഒരു 5 മിനിറ്റോ 3 4 മണിയൊക്കെയോ നമ്മൾ കിടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ് പോക്കൊന്നും നടക്കില്ല. ഈ പറഞ്ഞ പോലെ ചേട്ടൻ വന്ന സമയത്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. തൃശ്ശൂർക്കാരി ഞാൻ ആകെ ഒരു പ്രാവശ്യമാണ് ഈ സാധനം കണ്ടിട്ടുള്ളത്. ശരിയാ, നമ്മുടെ നാട്ടിലുണ്ടാവും വിലയില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അന്യ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇത് കാണാൻ ആൾക്കാർ വരുന്നത്. നമുക്ക് തൊട്ടടുത്തായിട്ട് നമുക്കൊരു വിലയില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് കഥ പറയാണ്ട് നേരെ ഞാൻ പോയിട്ട് വരും. ഓക്കെ, നമുക്ക് നേരെ പൂരപ്പറമ്പിലേക്ക് പോകും. ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി കാര്യം പിന്നെ പറയാം ഗൈസ്. സബ്വേ ഉള്ള കാരണം അതിൻ്റെ മുകളിൽ കണ്ടോ നിറച്ചും ആൾക്കാരാണ് കേട്ടോ. ഫുൾ ആൾക്കാർക്ക് കയറി ഇന്ന് സുഖമായിട്ട് കാണാൻ പറ്റിയൊരു ഇതാണ്. ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റില്ല, എന്നാലും മുകളിൽ പോയി പൊട്ടണത് മൊത്തം കാണാം. അതുകൊണ്ട് മൊത്തം ആൾക്കാരാണ് കണ്ടാ. നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നണം. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി വെച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. നല്ല തിരക്കാണ് കേട്ടോ. എവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. രക്ഷയില്ല എൻ്റെ പൊന്നു.
കേട്ടോ സംഭവം. 1 മണിക്കൂർ കാത്തു നിന്നിട്ട് ദേ ഇപ്പം പൊട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞു. ദേ ഇപ്പം പൊട്ടി തുടങ്ങി ഈ സംഭവം. പക്ഷേ കറക്റ്റ് മരത്തിൻ്റെ ഗ്യാപ്പിൽ ഒന്നും കാണാൻ പറ്റാത്ത സ്ഥലത്തായി ഞങ്ങളുടെ നിപ്പ് പെട്ടു എന്ന് പറയില്ല. ഇനി കൂട്ടപ്പൊരിച്ചിട്ട് നീ ശബ്ദം കേൾക്കാം, അല്ലാണ്ട് കാണാൻ പറ്റില്ല. അങ്ങോട്ട് ഇങ്ങോട്ടും കിടക്കാനും പറ്റില്ല, കാരണം അവിടെ ഇവിടെയൊക്കെ ബാരിക്കെയർ വെച്ച് ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാനേ പറ്റുള്ളൂ, ഫുൾ തിരക്കാം. ഇതിപ്പോൾ സാമ്പിളാന്ന് പറയില്ല, ശരിക്കുള്ള പൂരത്തിൻ്റെ വെടിക്കെട്ട് എങ്ങനെയാണോ അതേ സെയിം സാധനമാണ് കേട്ടോ കഴിഞ്ഞത്. ഇനി സിംഗിൾ അമ്മിട്ട് വിരിയാനുണ്ട് കേട്ടോ, ഓരോന്ന് ഇതേ പോടും. ഇനി രണ്ടുപേരെയും മാറി അപ്പുറത്തും വിരിയും. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ഉള്ള കോട്ടകൾ അങ്ങനെയുള്ള സാധനം ഈ മരത്തിൻ്റെ ഉള്ള ഒന്നും കാണാൻ പറ്റില്ല. എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേരെയും കാണാൻ സംഭവം. മുകളിലേക്ക് പോയിട്ട് പൊട്ടണത് മാത്രമേ കാണുള്ളൂ മാത്രം. പൂരം കണ്ടു തുടങ്ങി അന്ന് മുതലുള്ള വെറൈറ്റി, അല്ലാണ്ട് പുതുമയൊന്നും കാണുന്നില്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും ചൈനക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു വെടിക്കെട്ട് ചൈനക്കാരെ ചെയ്യാൻ പറയണം, അപ്പോഴാണ് വെറൈറ്റി ഉള്ള വെടിക്കെട്ട് വരിക. ഇതിനി 1 മണിക്കൂർ ഇങ്ങനെ നിന്ന് പൊട്ടുകൂട്ടാ, രണ്ടുപേരെയും മാറിയായിട്ട്. നിലവിൽ നമ്മൾ വരുമ്പോഴേക്കും പിന്നെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പൊട്ടി തീർന്നായിരുന്നു. പിന്നെ തിരുവമ്പാടിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തിരുവമ്പാടിയുടെ കണ്ടത് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂരത്തിൻ്റെ വെടിക്കെട്ട് എങ്ങനെയാണോ അതേപോലെയായിരുന്നു കൂട്ടപ്പൊരിച്ചിലും കാര്യങ്ങളൊക്കെ. അതേപോലെ ആൾക്കാർ, ഫുൾ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫുൾ ആൾക്കാർ. എവിടെ കാണണമെന്നില്ലല്ലോ, വിരിയണില്ലല്ലോ. പക്ഷെ സാമ്പിളിനൊന്നും ഇത്രയധികം തിരക്കുണ്ടാവാറില്ല കേട്ടോ. ഇത് അന്യായ തിരക്കായി പോയി, ഗംഭീര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്ക് എങ്ങനെയാണോ അത്ര തിരക്ക്. ഒരു കാല് കുത്താൻ ഇടം ഈ റൗണ്ടിൽ എവിടെ ഇല്ലാത്ത അത്ര ആൾക്കാരായിട്ടാ. തിരക്കൊന്നും കുറഞ്ഞിട്ട് പോലും ഇല്ല.
അപ്പോൾ ഏറെക്കുറെ കഴിഞ്ഞു എന്നാണ് തോന്നണത്. അപ്പോൾ പന്തലിൻ്റെ വർക്ക്, ഇവിടുത്തെ പന്തലിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിലേക്കൊന്നും പന്തലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ട് എന്താ പറയുക, റൗണ്ടിക്കടെ വണ്ടി കയറ്റി വിടുകയായിരുന്നെങ്കിൽ നമുക്ക് മൊത്തം ഒന്ന് കറങ്ങി അടിച്ച് പന്തലുകളൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ രക്ഷയില്ല. ഇനിയിപ്പോൾ രാത്രി എന്തായാലും ഒരു വരവ് കൂടി വീട്ടിൽ പോയിട്ട് വൈകുന്നേരം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ വരാം. അപ്പോൾ നമുക്ക് എല്ലാ പന്തലുകളുടെയും ഫുള്ള് ലൈറ്റിങ്ങൊക്കെ കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നോക്കി നല്ല രാത്രി ആവട്ടെ കുറച്ചുകൂടി നേരം വെയിറ്റ് വരാം. ഒരു 10-11 മണിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കാണാൻ പറ്റിയില്ല, ഭംഗിയായിട്ട് കാണാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഉള്ളത് കണ്ടു. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം. ഗായ്സ്, തിരിച്ച് വീട്ടിൽ വന്നു ഗായ്സ്. ഇവരാരും പൂരത്തിന് പോരുന്നില്ലാന്ന്, അവർക്ക് വയ്യാന്ന്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഇന്ന് പോകണില്ല. അടുത്ത ദിവസം കാനും എപ്പോഴെങ്കിലും എന്താ പറയുക ഫാമിലി പൂരമുണ്ട്. അടുത്ത വെടിക്കെട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അന്ന് പറ്റുകയാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ വേണ്ട, വയ്യ. എന്തായാലും പൂരത്തിന് പോക്ക് എളുപ്പമുള്ള പണിയല്ല. ഇത് ടി വിയിൽ കാണും നല്ലത്. വെടിക്കെട്ട് ആസ്വദിക്കാൻ വേണ്ടി ആ സമയത്ത് വേണ്ടി മാത്രം വേണമെങ്കിൽ പോകാം, അല്ലാണ്ട് പോകണ പരിപാടി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പോരിയാക്കിയുള്ളൂ. കറക്റ്റാണ് കേട്ടോ.